ഈ കാണുന്ന കുഞ്ഞൻ ജീവികളുടെ പേരാണ് ക്വാക്ക. ലോകത്ത് ഈ ക്വാക്കകൾ ജീവിക്കുന്ന ഒരേയൊരു സ്ഥലമാണുള്ളത്. അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ റോഡ്നെസ്റ്റ് ദ്വീപാണ്. നമുക്ക് ഈ റോഡ്നെസ്റ്റ് ഐലൻഡിൽ പോയി ഈ കുഞ്ഞൻ ക്വാക്കകളെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വെൽക്കം ടു ജോജൂസ് ഹോം വീഡിയോസ്. പെർത്ത് നഗരത്തിലെ ബാരക് സ്ട്രീറ്റ് ജെട്ടിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമുക്ക് ഈ റോഡ്നെസ്റ്റ് ഐലൻഡിലെത്താൻ. ഇന്നലെ തന്നെ സീലിംഗ് കമ്പനിയുടെ ഫെറിയും ഐലൻഡിലെ ഗൈഡഡ് ടൂറും ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തിരുന്നതിനാൽ നേരെ ജെട്ടിയിലെത്തി ആദ്യം തന്നെ മുകളിലത്തെ നിലയിൽ കയറി സീറ്റ് പിടിച്ചു. ആളുകളൊക്കെ വരുന്നതേയുള്ളൂ. ഇതുപോലെ തന്നെ ഫെറി സർവീസ് നടത്തുന്ന മറ്റൊരു കമ്പനിയുടേതാണ് ആ പോകുന്ന റോഡ്നെസ്റ്റ് എക്സ്പ്രസ് ഫെറി. പെർത്ത് സിറ്റിയെയും സൗത്ത് പെർത്തിനെയും കണക്ട് ചെയ്ത് സർവീസ് നടത്തുന്ന ട്രാൻസ് പെർത്തിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെറിയാണ് ആ കാണുന്നത്. ഞങ്ങളുടെ സീലിംഗ് ഫെറി പെർത്തിലെ സ്വാൻ ബെൽ ടവറും എലിസബത്ത് ക്വേയും കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ കാണുന്ന പെർത്ത് നഗരത്തിൻ്റെ കാഴ്ചകൾ വേറെ ലെവൽ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ പെർത്ത് വീഡിയോയിൽ കാണിച്ചിരുന്ന ബ്ലൂ ബോട്ട് ഹൗസാണ് ദൂരെയായി ആ കാണുന്നത്. പെർത്ത് നഗരത്തെ പിന്നിലാക്കി ഞങ്ങളുടെ ഫെറി സ്വാൻ നദിയിലൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. പെർത്ത് ഫിഷിങ്ങിന് പേരുകേട്ട ഒരു നഗരമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ഫിഷിംഗ് ബോട്ടുകളും ജെട്ടികളും നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാൻ നദിക്കരയിലെ വീടുകളും വളരെ മനോഹരങ്ങളാണ്. പോകുന്ന വഴിയിൽ നമുക്ക് പാർക്കുകളും കയാക്കുകളും ബോട്ടുകളും ബോട്ട് ഹൗസുകളും എല്ലാം കാണുവാൻ സാധിക്കും. വാട്ടർ പോലീസിൻ്റെ ഒരു ഓഫീസും ഒരു ഫെറി ഹൗസും ഒരു വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറൻറ്റുമൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ഫ്രീമാൻഡിൽ എന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ തന്നെ ഒരു പ്രധാന തുറമുഖത്തിലെത്തി. ഇവിടെയാണ് വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ അടുക്കുന്നത്. ഫ്രീമാൻഡിൽ പോർട്ടിൽ ഞങ്ങളുടെ ഫെറി അടുപ്പിച്ച് ആളുകളെ കയറ്റുകയാണ്. ഫ്രീമാൻഡിലെ പോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫെറി വീണ്ടും യാത്ര പുറപ്പെട്ടു. സ്വാൻ നദിയുടെ ശാന്തതയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തിരകളെ കീറിമുറിച്ചുകൊണ്ട് ഏകദേശം അരമണിക്കൂർ ദൂരെയുള്ള റോഡ്നെസ്റ്റ് ഐലൻഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ റോഡ്നെസ്റ്റ് ഐലൻഡിലെത്തി. റോഡ്നെസ്റ്റ് ഐലൻഡിലെത്തി ഞാൻ നേരെ പോയത് അവിടെ കാത്തു കിടന്നിരുന്ന ഗൈഡഡ് ടൂർ ബസ്സിലേക്കാണ്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട ഈ ബസ് ട്രിപ്പിൽ ഞങ്ങളുടെ ഗൈഡും കൂടിയായ ഡ്രൈവർ ഞങ്ങളെ ഇവിടെയുള്ള എല്ലാ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളും കൊണ്ടുപോയി കാണിച്ച് എല്ലാം നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. പലയിനം കടൽ പക്ഷികളുടെ സങ്കേതങ്ങളും കൂടുകളും വളരെ കൗതുകമേറിയ കാഴ്ചകൾ തന്നെയാണ്. ഈ കാണുന്ന ലൈറ്റ് ഹൗസ് ഈ ദ്വീപിലെ ഒരു പ്രധാന അടയാളമാണ്. ഒത്തിരി ചരിത്രമുറങ്ങുന്ന കഥകൾ ഈ ലൈറ്റ് ഹൗസിന് പറയാനുണ്ടാവും. ആ ദൂരെ കാണുന്ന പാറക്കൂട്ടങ്ങളിൽ ഒരു നായയുടെ രൂപം കാണാൻ സാധിക്കുന്നുണ്ടോ? പോകുന്ന വഴിയിൽ പലയിടത്തും ബസ് നിർത്തി കാഴ്ചകൾ കാണുവാനും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാനുമുള്ള അവസരമുണ്ടായിരുന്നു. ഈ ദ്വീപിൽ 10,000-ലധികം ക്വാക്കകളുണ്ടെന്ന് പറഞ്ഞെങ്കിലും വഴിയിലെങ്ങും ഒന്നിനെപ്പോലും കാണാൻ കഴിഞ്ഞില്ല. കാരണം ഈ ക്വാക്കകൾ പകലുറങ്ങുകയും രാത്രി കറങ്ങി നടക്കുകയും ചെയ്യുന്ന നൊക്ടേണൽ ജീവികളാണ്. സൈക്കിൾ സവാരി ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാം. നാം പോകുന്ന വഴിയിൽ 1-2 കാപ്പിക്കടകളും വിശ്രമ കേന്ദ്രങ്ങളും നമുക്ക് കാണാം. യുദ്ധകാലത്തും അതിനുശേഷവും സാധനങ്ങൾ കൊണ്ടുപോകുവാനായി നിർമ്മിച്ച പഴയൊരു റെയിൽവേ പാതയാണ് ഈ കാണുന്നത്. ഇവിടെ 1-2 വലിയ സോൾട്ട് വാട്ടർ ലേക്കുകളും നമുക്ക് കാണാം. ബസ് യാത്രയിൽ ഒരു ക്വാക്കയെ പോലും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവരെ കാണാനായി ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതായിരിക്കുന്നു നമ്മുടെ ആദ്യത്തെ ക്വാക്ക. ഇവിടെയുള്ള കടകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും എല്ലാം പരിസരങ്ങളിൽ ഇവ കറങ്ങി നടക്കുന്നത് കാണാമെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിരുന്നത് ഓർമ്മ വന്നു. കണ്ടാലൊരു വലിയ എലിയെപ്പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ കക്ഷി നമ്മുടെ കങ്കാരുവിൻ്റെ കുടുംബക്കാരനാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ വളർത്തുപൂച്ചയുടെ വലിപ്പമുള്ള ഒരു ചെറിയ മാക്രോപോഡാണ് ക്വാക്ക, അതായത് സെറ്റോണിക്സ് പ്രാച്ചുറസ്. സെറ്റോണിക്സ് ജനുസിലെ ഏക അംഗമാണിത്. മാക്രോപോഡ് കുടുംബത്തിലെ മറ്റു മാസിപ്പിയലുകളെപ്പോലെ, അതായത് കങ്കാരുകൾ, വാലബികൾ തുടങ്ങിയവയെപ്പോലെ ഈ ക്വാക്കകൾ സസ്യബുക്കുകളും പ്രധാനമായും രാത്രിയിൽ ജീവിക്കുന്നവയുമാണ്. ഈ ക്വാക്കകളെ തൊടരുതെന്നും ഇവർക്ക് തീറ്റ കൊടുക്കരുതെന്നുമൊക്കെ ഇവിടെ ബോർഡുകൾ വച്ചിരിക്കുന്നത് കാണാം. ഈ ദ്വീപിന് റോഡ്നെസ്റ്റ് ഐലൻഡ് എന്ന പേര് കിട്ടിയതിന് പിറകിൽ ഒരു സായിപ്പിന് പറ്റിയ വലിയൊരു അബദ്ധത്തിൻ്റെ കഥയുണ്ട്. ഇവിടെ ആദ്യമായി എത്തിയ ഡച്ചുകാരൻ ക്യാപ്റ്റൻ വില്യം ഡെ വ്ലാമിംഗ് കഷിയുടെ ഭാഷയിൽ ഈ ദ്വീപിന് റാറ്റ് നെസ്റ്റ് ഐലൻഡ്, അതായത് എലികളുടെ ദ്വീപ് എന്നാണ് പേരിട്ടത്.
ഈ പാവം ക്വാക്കുകളെ കണ്ട കക്ഷി ഇവർ വലിയ എലികളാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് കാരണം. ഈ ക്വാക്കുകൾ കങ്കാരുവിൻ്റെ കുടുംബക്കാരും മുമ്പിലുള്ള സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് നടന്ന് വളർത്തുന്നവരുമാണ്. ഈ കാണുന്ന ക്വാക്കയുടെ സഞ്ചിയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ വാല് പുറത്തേക്ക് എടുക്കുന്നത് കണ്ടോ? ഇവർ റെസ്റ്റോറൻറ്റുകളിലേക്ക് കയറാതിരിക്കാനായി ഗേറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അകത്ത് കയറും. താഴെ വീഴുന്ന ഭക്ഷണമൊക്കെ ഇവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പകലുറങ്ങുന്ന ക്വാക്കുകളെയും നമുക്കിവിടെ കാണാം. ഒരു പേടിയുമില്ലാതെ ഈ ക്വാക്കുകൾ നമ്മുടെ അടുത്ത് വരികയും ചുറ്റിപ്പറ്റി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മുമ്പിലും ഒരു കക്ഷി വന്നു. തിന്നാൻ വല്ലതും തടയുമോ എന്നാണ് കക്ഷിയുടെ നോട്ടം. Hey, what's up, buddy? Are you Coca? You Coca? Huh? Hello? Hello? Hey! ഞാൻ പിന്നീട് പോയത് ഇവിടെയുള്ള ഒരു പഴയ കത്തോലിക്ക പള്ളിയിലേക്കാണ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള മനോഹരമായൊരു കുഞ്ഞു പള്ളി. അവിടെ നിന്നും പോയി ഇവിടെയുള്ള മ്യൂസിയവും ഒന്ന് കറങ്ങി നടന്നു കണ്ടു. ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന പഴയ കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും കടകളും എല്ലാം നമുക്കിവിടെ കാണാം. മടങ്ങിപ്പോകാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ നേരെ ജെട്ടിയിലേക്ക് നടന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള ഫെറി ഇതാ വരുന്നുണ്ട്. ഫെറിയിൽ കയറി തിരിച്ച് ഫ്രീമാൻഡിലേക്ക്. മീൻ പിടിക്കുന്ന ബോട്ടുകളും കാർഗോ കപ്പലുകളുമെല്ലാം കടന്ന് ഫ്രീമാൻഡിൽ പോർട്ടിലെത്തി. ഈ ഫ്രീമാൻഡിൽ നഗരത്തിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കാണാം. ബൈ ബൈ.